ആറ്റിങ്ങൽ NTA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന ജാഥയ്ക്ക് നേരെ CPM അതിക്രമം. പള്ളിക്കൽ പകൽക്കുറി കൊട്ടിയമുക്ക് വെച്ചാണ് സംഭവമുണ്ടായത്. ബൈക്കിലെത്തിയ മൂന്നംഗ സംഘമാണ് പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. അതേസമയം വാഹന ജാഥയ്ക്ക് നേരെയുണ്ടായ അതിക്രമം മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗവുമാണെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു. പ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. അതേസമയം CPM മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകൻ ഉൾപ്പെട്ട സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് പ്രദേശവാസികൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായി വർക്കല അസംബ്ലി മണ്ഡലത്തിലെ പള്ളിക്കൽ പഞ്ചായത്തിൽ എൻ്റെ പര്യടനം നടക്കുകയാണ്. ആ പര്യടനത്തിൻ്റെ സ്വീകരണം ചന്തമുക്ക് ജംഗ്ഷനിൽ സ്വീകരണത്തിനിടയിൽ 3 ചെറുപ്പക്കാർ അവിടെ എത്തി. ഒരു 2 വീലറിൽ 3 യുവാക്കൾ അവിടെ എത്തി സ്വീകരണം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അതിനുശേഷം പര്യടന വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർ വഴിയിൽ കാത്തുനിന്ന് വീണ്ടും അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ തുടർച്ചയായിട്ട് പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമം ഇവിടെ നടന്നതിൻ്റെ വിവരം ഉണ്ടായതിൻ്റെ ആ ശ്രമം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പര്യടനം താൽക്കാലികമായി നിർത്തിവെച്ച് പോലീസിനെ അറിയിച്ചിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ ആശങ്ക ഉള്ള അല്ലെങ്കിൽ ആ മുന്നേറ്റത്തിൽ ഭീതിയുള്ള ആളുകളാണ് ഈ സംഘർഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് പിന്നിൽ എന്ന് ഞാൻ സംശയിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സംയമനം പാലിച്ചുകൊണ്ട് പ്രകോപനങ്ങളിൽ പെടാതെ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? ഇതാരാണ് ഈ ഒരു അക്രമത്തിന് പിന്നിലെന്ന് സംബന്ധിച്ച്? വിഷ്ണു, ഇതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ പ്രതികൾ CPMന്റെ അനുഭാവികളാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും പങ്കുവയ്ക്കാനുള്ളത്. അതായത് CPMയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകരാണ് എന്നാണ് നമുക്ക് ഈ പ്രദേശവാസികളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രകോപനപരമായിട്ട് വരികയും തെരഞ്ഞെടുപ്പ് വാഹന വ്യൂഹത്തിന് നേരെ അക്രമം ഉണ്ടാക്കുകയും ുള്ള ശ്രമം നടത്തുകയും ഇവർ ചെയ്യുകയും ചെയ്തു. ഇതാണ് വലിയ ഒരു സംഘർഷത്തിന് സാധ്യത ഉണ്ടാകേണ്ട സ്ഥിതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. 3 തവണയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. ഈ പള്ളിക്കൽ പകൽക്കുറിക്കടുത്ത് കൊട്ടിയമുക്ക് എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഈ അവസാനമായി ഈ സംഘം ഈ വാഹന വ്യൂഹത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹന വ്യൂഹത്തിലേക്ക് കയറി വരുന്നത്. തുടർന്ന് സ്ഥാനാർത്ഥിയെ അടക്കം അസഭ്യം പറയുകയും ആക്രമിക്കാൻ മുതിർന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ ചെല്ലുന്ന രീതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ ആദ്യമായി ഈ സംഭവം ഉണ്ടാകുന്നത് പള്ളിക്കലിനടുത്ത് ചന്തമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ആ സ്ഥലത്ത് വെച്ച് സ്ഥാനാർത്ഥിക്ക് നേരെ ഇത്തരത്തിൽ അസഭ്യം ഉണ്ടാകുന്നു, അസഭ്യം പറയുകയും ചെയ്തു. പിന്നീട് പകൽക്കുറിയിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ചും ഇത്തരത്തിൽ ഈ യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നു. ഒരു വാഹനത്തിൽ, ഒരു ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ആ 3 പേർ സഞ്ചരിച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ പിന്തുടർന്ന് ഇത്തരത്തിൽ ഒരു ആക്രമിക്കാൻ ശ്രമം നടത്തിയത്. ഇത് അതായത് ഇത് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടൊരു നടപടി നേരത്തെ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് ഇപ്പോൾ പ്രദേശത്തു നിന്നുള്ളവരും BJP പ്രവർത്തകരും അടക്കം പറയുന്നത്. അതായത് നേരത്തെ തന്നെ ഈ തയ്യാറാക്കി കൂട്ടിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് 2019 അന്നത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ വാഹനത്തിന് നേരെയും ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ തന്നെ, സമാന സംഭവത്തിൽ പങ്കാളികളായിട്ടുള്ളവർ തന്നെയാണ് ഈ ഇപ്പോൾ വി മുരളീധരനെ ആക്രമിക്കാൻ മുതിർന്നതും എന്നാണ് ഇവിടുത്തെ പ്രദേശത്തെ BJP നേതാക്കൾ അടക്കം പറയുന്നത്. അത്തരത്തിലൊരു സംഭവം 3 തവണയാണ് ഇത്തരത്തിൽ ആക്രമിക്കാൻ മുതിർന്നത്. വാഹന വ്യൂഹത്തിനകത്തേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങൾ റാലിയുമായി വരുന്ന ആ വാഹന റാലിക്ക് നേരെയും തള്ളിക്കയറാൻ ശ്രമമുണ്ടായി. വാഹന റാലിയിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെയും അസഭ്യം പറയുകയും അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു. തുടർന്ന്
തുടർന്ന് വീണ്ടും ഈ സ്ഥാനാർത്ഥി സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ചെല്ലുകയും സ്ഥാനാർത്ഥിയെയും അസഭ്യം പറയാൻ തുടങ്ങി. ഇങ്ങനെ 3 തവണയാണ് ഇത് ആവർത്തിച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രകോപനപരമായ നീക്കം നടത്തിയത്. ഇവർ നേരത്തെ തയ്യാറാക്കിയ പദ്ധതിക്കനുസരിച്ച് ആൾക്കാർ കൂട്ടം കൂട്ടമായി നിന്നുകൊണ്ടൊരു സമീപനമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു പ്രകോപനപരമായ ഒരു നടപടിയിലൂടെ സംഘർഷം സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് വാഹന വ്യൂഹത്തിന് നേരെ യുവാക്കൾ അതിക്രമവുമായി വന്നെത്തിയെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളും പറയുന്നത്. നേരത്തെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു CPM മുൻ പഞ്ചായത്ത് അംഗമുണ്ട്. ആ പഞ്ചായത്തിന്റെ അംഗത്തിന്റെ മകൻ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആ പ്രദേശവാസികൾ BJP നേതാക്കളും അടക്കം പറയുന്നത്. അതായത് ഈ ഇതിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ അതിക്രമത്തിന് എത്തിയ ഈ 3 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രദേശത്തെ BJP നേതാക്കളടക്കം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ പേരുവിവരങ്ങളടക്കം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പോലീസിൽ ഈ വിവരം ധരിപ്പിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റോളം ഇതിന് ശേഷം ഈ അക്രമത്തിന് ശേഷം ജാഥ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അതായത് തുടർന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഒരു പ്രകോപനപരമായ നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജാഥ നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷം പള്ളിക്കൽ പോലീസ് അതുപോലെ തന്നെ പള്ളിക്കൽ പോലീസ് സംഭവ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് പോലീസിന്റെ സുരക്ഷയിലാണ് ജാഥ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇത്തരത്തിലൊരു സംഭവം ഏകദേശം ഒരു 9:30 കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത് ജനങ്ങൾ ഒരു വലിയൊരു ജനാവലി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആ ജനാവലി ഈ വി മുരളീധരന്റെ ജാഥയിൽ അണിചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വർക്കല മേഖലയിലടക്കം ഈ വലിയൊരു സ്വീകാര്യത ഈ ജാഥയ്ക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലടക്കം ലഭിക്കുകയും ചെയ്യുന്നു. വിവിധ മണ്ഡലങ്ങളിലടക്കം യാത്ര ചെയ്യുമ്പോൾ വി മുരളീധരന്റെ ജാഥയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ഇതിൽ പ്രകോപിതരായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു പരാജയ ഭീതി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു BJPയുടെ ഒരു മുന്നേറ്റം കണ്ടുകൊണ്ട് ആണ് ഇത്തരത്തിൽ വ്യക്തമാണ്. പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.